أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في ذلك لآيات وإن كنا لمبتلين ثم أنشأنا من بعدهم قرنا آخرين فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. هذا زمان كثرت فيه البدع وابتربت عليه أمواج الخدع. لم يبق من دين الهدى إلا اسمه ولا من القرآن إلا رسمه. هيهات قد غابت ينابيع الهدى وفاض بحر الجهل والزيغ بدا. أين دعاة الدين أهل العلم قد سالفوا والله قبل اليوم. وهاجت الطائفة الدجاجلا السالكون للطريق الباطلا
وكثرت أهل الدعاوى الكاذبا وصارت البدعة فيهم غالبا. സ്നേഹമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ വിജ്ഞാന മജ്ലിസിൽ വന്നു ചേർന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൂരെ നിന്നെങ്കിലും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ അഞ്ചങ്ങാടി പ്രദേശത്ത് വന്നുകൊണ്ട് എന്റെ സഹോദരങ്ങളുമായി കാണുവാനും ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുവാനും അവസരം നൽകിയ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മിൽ നിന്നെല്ലാം ഇതൊരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ, എല്ലാ ആളുകളും ഒരുപോലെ പറയുന്ന യാഥാർത്ഥ്യമാണ്, ഈ ജീവിതത്തിന്റെ ശേഷമുള്ള നമ്മുടെ ഏവരുടെയും ഖബർ ജീവിതവും മഹ്ശറിൽ ഒന്നിച്ചു ചേരുമ്പോഴുള്ള പരലോകത്തെ ആ മഹത്തായ ജീവിതവും സുഖസമ്പൂർണമായി തീരണം, അവിടെ രക്ഷപ്പെടണം, അവിടെ ശാന്തി കിട്ടണം, അവിടെ സമാധാനമുണ്ടാകണം. ഇത് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. സഹോദരങ്ങളെ, അങ്ങനെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് നാം ദുആ ചെയ്യുന്നുവെങ്കിൽ ആ സൗഭാഗ്യം നമുക്ക് കിട്ടുവാൻ ആവശ്യമായ മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യൽ വളരെ നിർബന്ധമാണല്ലോ. അതിനുള്ള ഒരു തുറന്ന അവസരമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കാരോടും വാശിയില്ല, നമുക്കാരോടും വൈരാഗ്യമില്ല, ആരോടും പകപോക്കുവാനുമില്ല. എല്ലാ സഹോദരങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും മരിക്കണമല്ലോ. മരണാനന്തരം മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെ ഖബറിൽ കഴിയണമല്ലോ. മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ വിശാലമായ എത്രയോ കാലങ്ങൾ ചുട്ടുപൊരിയുന്ന വെയിലിന്റെ ചൂടിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്ന മഹ്ശറിൽ പോയി നിൽക്കണമല്ലോ. നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നോരോന്നായി റബ്ബിന്റെ മുമ്പിൽ തുറന്ന ഏടുകളായി നിവർത്തപ്പെട്ട് നമ്മെ വിചാരണക്കെടുക്കുമല്ലോ. വിചാരണയ്ക്ക് ശേഷം നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അതല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയാണല്ലോ അവിടെ ഉണ്ടാവുക. നഷ്ടമാണുള്ളതെങ്കിൽ കണക്കുകൾ കൂട്ടിയിട്ട് ഈ ഭൂമിയിലേക്കൊന്ന് തിരിച്ചു വന്ന് കുറച്ചു കാലം കൂടി അമല് ചെയ്ത് തിരിച്ചുപോയി നമ്മുടെ നഷ്ടം നികത്താനുള്ള അവസരമില്ലല്ലോ.
മരണത്തോടുകൂടി അതിനുള്ള ചാൻസുകൾ അവസാനിക്കുകയാണല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ മുമ്പ് നമ്മുടെ രക്ഷാമാർഗം നമ്മളെല്ലാം അറിയേണ്ടത് നിർബന്ധമാണല്ലോ. എന്നെയും നിങ്ങളെയും ഈ ലോകത്തെ ആകമാനം സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന, നമുക്കാവശ്യമായതെന്തും ഉടനെ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്നേഹത്തോടുകൂടി നമ്മെ വിളിച്ചുകൊണ്ട് ആ ലോകത്തേക്കുള്ള രക്ഷാമാർഗം വളരെ കൃത്യമായി അറിയിച്ചു തന്നിരിക്കുകയാണ് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ. ആ രക്ഷാമാർഗം വിളിച്ചോതുന്ന വചനമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. സൂറത്തു സ്വഫിലൂടെ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ذلكم خير لكم إن كنتم تعلمون. ഞാനും നിങ്ങളുമൊക്കെ ദിനേന ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ നമ്മെ പടച്ച നാഥനത സ്നേഹത്തോടെ നമ്മെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഓ മുഅ്മിനുകളെ, വിശ്വസിച്ചവരെ. ആ വിളിയിൽ പുരുഷന്മാരും പെട്ടുകഴിഞ്ഞു, സ്ത്രീകളും പെട്ടുകഴിഞ്ഞു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് മുഅ്മിനുകളെ, ഓ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നമ്മെ സൃഷ്ടിച്ച് നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടതെന്തും നൽകുന്ന, നമ്മുടെ വിചാരവികാരങ്ങൾ പോലും നാം അറിയാതെ തന്നെ അറിഞ്ഞിട്ടുള്ള, നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കരുണയുള്ള നാഥനാ ചോദിക്കുന്നത്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ ചോദ്യം എന്താണ്? ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അലാ തിജാറ, ഒരു ബിസിനസിനെ സംബന്ധിച്ച്, ഒരു കച്ചവടത്തെ സംബന്ധിച്ച്, ഒരു വാണിജ്യത്തെ സംബന്ധിച്ച്, ഒരു വ്യവസായത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരട്ടെയോ? ആ ബിസിനസ് ചെയ്താൽ, ആ കച്ചവടത്തിന് നിങ്ങളെല്ലാം ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല, ലാഭം ഉറപ്പാണ്. ആ കച്ചവടത്തിന് നിങ്ങൾ ഒരുങ്ങിയാലുള്ള പ്രത്യേകത, തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ബിസിനസ്സാണത്. നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കൂട്ടുന്ന ബിസിനസ് എന്നല്ല, ഇവിടെ നല്ല വീട് കിട്ടുന്ന ബിസിനസ് എന്നല്ല, ഈ ലോകത്ത് നിങ്ങൾക്ക് വലിയ മന്ത്രിയാകാനും രാജാവാകാനും അധികാരിയാകാനും അവസരമൊരുക്കുന്ന കച്ചവടം എന്നല്ല, ഇവിടെയുള്ള വലിയ പണക്കാരുടെ ഉന്നതിയിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന കച്ചവടം എന്നുമല്ല. ഈ കച്ചവടത്തിന്റെ പ്രത്യേകത, മനുഷ്യ, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഖബറിൽ നീ ഒറ്റക്കല്ലേ, മഹ്ശറിൽ നീ നാഥന്റെ കോടതിയിലേക്ക് നിന്റെ കാര്യങ്ങൾ പറയാൻ നീ ഒറ്റക്കല്ലേ വരേണ്ടത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, സർവ മനുഷ്യരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒറ്റക്കൊറ്റക്ക് പോയിട്ട് അവനവന്റെ കാര്യം പറയണ്ടേ. അവിടെ രക്ഷിക്കാൻ ഭാര്യയ്ക്ക് ഭർത്താവില്ലല്ലോ, ഭർത്താവിനെ രക്ഷിക്കാൻ അവിടെ ഭാര്യയില്ലല്ലോ, മക്കളെ രക്ഷിക്കാൻ ബാപ്പയില്ലല്ലോ, ബാപ്പയെ രക്ഷിക്കാൻ മക്കളുമില്ലല്ലോ, ഉമ്മക്ക് മക്കളില്ലല്ലോ, മക്കളെ രക്ഷിക്കാൻ ഉമ്മയുമില്ലല്ലോ, ആങ്ങളെ രക്ഷിക്കാൻ പെങ്ങന്മാരില്ല, പെങ്ങന്മാരെ രക്ഷിക്കാൻ ആങ്ങളമാരുമില്ല, അയൽക്കാരില്ല, കൂട്ടുകുടുംബങ്ങളില്ല, ബന്ധുമിത്രാദികളില്ല. അവിടെ ഓരോരുത്തരും നഫ്സി നഫ്സി, എന്റെ കാര്യം എന്താകുമെന്ന ബേജാറായി നിൽക്കുമ്പോൾ, മഹാന്മാരായ അമ്പിയാക്കൾ വരെ അവരൊക്കെ രക്ഷപ്പെട്ടവരാണെന്ന് നമുക്കറിയാമല്ലോ. ആ സ്വർഗത്തിലേക്കുള്ള ഓഫർ ചെയ്യപ്പെട്ട നേതാക്കളായ മഹാന്മാരായ പ്രവാചകന്മാര് പോലും യൗമ യദുഉ അദമുൻ വഅംബിയാ നഫ്സി 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 നഫ്സിയാ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള സർവ്വ അമ്പിയാക്കന്മാരും
അതേ ഞങ്ങളുടെ കാര്യം എന്താകും എന്ന ബേജാറോടുകൂടി പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹനീയമായ ദിവസം അവിടെ നമുക്ക് രക്ഷപ്പെടണോന്നാണല്ലോ ചോദിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കച്ചവടം പറഞ്ഞു തരട്ടെയോ എന്നാ ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ടാൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാത്തവൻ ആരാ ഉണ്ടാവുക? എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആരാവട്ടെ അവർക്കും അറിയാൻ ആഗ്രഹമില്ലേ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ബിസിനസ് ഉണ്ടെന്നോ, നരകത്തിൽ പോകാതിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ബിസിനസ് ഉണ്ടെന്നോ, അവിടെ നമ്മെ രക്ഷപ്പെടുത്തുന്ന ബിസിനസ് ഉണ്ടെന്നോ? ഉണ്ടെങ്കിൽ അതല്ലേ കേൾക്കേണ്ടത്? ഉണ്ടെങ്കിൽ അതിനാവശ്യമായ മൂലധനം എന്തെന്നല്ലേ അറിയേണ്ടത്? ഒരു കച്ചവടമാകുമ്പോൾ മൂലധനം ഇറക്കണ്ടേ? ആ മൂലധനം എന്താണ്? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കലാണ്. അല്ലാഹുവിലുള്ള അടിയുറച്ച ഈമാനാണ്. വറസൂലിഹി, അവന്റെ റസൂലിലുമുള്ള അടിയുറച്ച ഈമാൻ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ശരിക്കും ഈമാൻ കൊള്ളലാണ്. ശരിക്കും അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കലാണ്. ആ വിശ്വാസം മനസ്സിലേക്കങ്ങ് കയറിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ മുമ്പിൽ പിന്നെ ആര് തടസ്സം വന്നാലും, ഏത് രൂപത്തിലുള്ള പ്രതിസന്ധി വന്നാലും, രാജ്യം മുഴുവൻ അവന് എതിരാണെങ്കിലും ആ മാർഗത്തിലതാ വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, വിഷമം സഹിക്കണം, ത്യാഗം സഹിക്കണം. എന്തുകൊണ്ടൊക്കെ സമരം ചെയ്യണം, എന്തുകൊണ്ടൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടണം? ബിഅംവാലിക്കും, നിങ്ങളുടെ പണം കൊടുക്കേണ്ട സ്ഥലത്ത് പണം കൊടുത്തോളണം. വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊടുക്കേണ്ടിടത്ത് ശരീരം കൊടുത്തോളണം. അതേ ധനം കൊണ്ടും ദേഹം കൊണ്ടുമൊക്കെ ഈ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ വിഷമം സഹിച്ച്, പ്രയാസം സഹിച്ച്, അതേ ഏതെല്ലാം നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഈ ദീന് നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ ഉണ്ടായാലും ഈ ദീന് കൈവിടാതെ, ഈമാൻ ഒഴിവാക്കാതെ, ആരെയും ഭയപ്പെടാതെ എന്റെ റബ്ബിന് വേണ്ടിയാണ്, എനിക്കെന്റെ മഹ്ശറിൽ രക്ഷപ്പെടാനാണ്, ആ ബോധത്തോടെ ജിഹാദ് ചെയ്യാൻ തയ്യാറുണ്ടോ എങ്കിൽ ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. ഇൻ കുന്തും തഅലമൂൻ, ഈമാനുള്ളവരെ നിങ്ങൾക്ക് ഇൽമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ, ചിന്താശേഷിയുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്താണ് അല്ലാഹു പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ പലരും ഈ ദുനിയാവിലെ പലതും കച്ചവടമാക്കുകയാണ്, അല്ലാഹുവിനെ കച്ചവടമാക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കച്ചവടമാക്കുകയാണ്. അതേ ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കച്ചവടമാക്കുകയാണ്. നമുക്ക് മഹ്ശറിൽ പ്രതിഫലം കിട്ടേണ്ടുന്ന സ്വലാത്ത് കച്ചവടമാവുകയാണ്, ദിക്റുകൾ കച്ചവടമാവുകയാണ്. അതേ ഏതെല്ലാം ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ടോ സർവം കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ട് അവനവന്റെ പരലോകത്തുള്ള രക്ഷയെ ഏറ്റവും കൂടുതൽ ആ സ്വർഗത്തിലേക്ക് തന്നെ പ്രാപ്തനാക്കുന്ന കാര്യങ്ങളെ ശരിക്ക് മനസ്സിലാക്കാതെ കണ്ട് ചൂഷകന്മാരുടെ ചൂഷണത്തിനടിമപ്പെട്ടുകൊണ്ട് ശരിയായ ഈമാനില്ലെന്ന്, ശരിയായ തഖ്വയില്ലെന്ന്, ശരിയായ തൗഹീദില്ലെന്ന് മനുഷ്യന്മാരകന്നു പോകുമ്പോൾ, ഓ സഹോദരാ സഹോദരി, നിങ്ങളിപ്പോൾ പോകുന്ന റൂട്ട് ശരിയല്ല, ഈ റൂട്ടൊന്ന് മാറ്റിയിട്ട് ശരിയായ റൂട്ടിലേക്ക് വരണേ. ആ വിളിക്കാനുള്ള സ്നേഹസമ്പന്നമായ പരിപാടിയാണ് അഞ്ചങ്ങാടിയിലെ സഹോദരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാമെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മതങ്ങന്മാരോടും സഹോദരന്മാരോടും ആമുഖമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ അല്ലാഹു പറഞ്ഞു തരുന്നത്. ആ രക്ഷപ്പെടാനുള്ള വഴിയിൽ ഒന്നാമത്തതെന്താണ്? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കലാണ് വേണ്ടത്. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എന്താ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിന്റെ സൃഷ്ടാവായി കൊണ്ടുവരിക അല്ലാഹുണ്ട് എന്ന് പറയലാണോ? ഈ ലോകത്ത് മഴ തരുന്നവനും സൃഷ്ടിക്കുന്നവനും സംരക്ഷിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയുടെ നാമം അല്ലാഹയാണെന്ന് പറയൽ മാത്രമാണോ?
അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. കാരണം ലോകത്ത് പല മതങ്ങളും അങ്ങനെ പറയുന്നുണ്ട്, പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട്. യഹൂദി പറയുന്നുണ്ട് അല്ലാ എന്ന്, നസറാനി അല്ലാ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പലതിനും രൂപത്തിലും പല വിശ്വാസക്കാരും ലോകത്തുണ്ട് അല്ലാഹനെ പറ്റി. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? സ്വർഗം കിട്ടണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? അല്ലാഹനെ പറ്റി എങ്ങനെ മനസ്സിലാക്കണം? അല്ലാഹനെ പറ്റി ഏറ്റവും അറിയുന്നവൻ ആരാണ്? അള്ളയാണ്. ആ അള്ള നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടില്ല. ആ അള്ളാഹ്ക്കൊരു സമ്പ്രദായമുണ്ട്. നമ്മിൽ നിന്ന് മനുഷ്യരിൽ നിന്നൊരാളെ തെരഞ്ഞെടുക്കുന്നു. അതേ, അങ്ങനെ മനുഷ്യരെ തെരഞ്ഞെടുത്ത് ആദം അലൈഹിസ്സലാം മുതൽ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പ്രദേശങ്ങളിൽ അതേ അമ്പിയാക്കന്മാര് വരികയും അവസാനത്തെ കണ്ണിയായിക്കൊണ്ട് അതേ നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന, നമ്മുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആ നബിയോടുകൂടി പ്രവാചകന്മാരുടെ വരവങ്ങ് അവസാനിച്ചു. നമ്മിലേക്ക് അയക്കപ്പെട്ട എല്ലാവരിലേക്കും അയക്കപ്പെട്ട നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തിരുമേനിയുടെ പേര് കേൾക്കുമ്പോൾ അതേ അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തിനെ ഒരു തവണ ചോദിക്കുന്നത് പോലും 10 പ്രതിഫലം നമുക്ക് ഓഫർ ചെയ്യപ്പെട്ട സൽക്കർമ്മമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയതാണ്. അത് നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അതേ, ഈ സദസ്സിൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയുമ്പോ അത് കേൾക്കുന്ന മുഅ്മിനേ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകണ്ട. നമുക്ക് നമ്മൾ വിചാരിക്കാതെ കിട്ടുന്ന വലിയ മഹത്വമേറിയ പ്രതിഫലമാണത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് തെരഞ്ഞെടുത്തു. അവിടുന്ന് നമുക്കതാ പടച്ച റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ദീന് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദീനാണ് ഇസ്ലാം. ആ ഇസ്ലാമികമായ കാര്യങ്ങൾ അള്ളാനെ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളയും അവന്റെ റസൂലും നമുക്ക് അള്ളാനെയും അവന്റെ റസൂലിനെയുമൊക്കെ പരിചയപ്പെടുത്തി തന്നതുപോലെ കൃത്യമായിട്ടങ്ങ് അറിയുകയും പരിചയപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്താലല്ലാതെ പരലോകത്ത് രക്ഷയില്ല. അതേ, പല കക്ഷികളെ പറ്റിയും ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവര് അല്ലാഹനെ മനസ്സിലാക്കിയില്ല. അല്ലാഹ് അവരെ കുറിച്ചുള്ള വിമർശനം പറയുകയാണ്, അവരുടെ തെറ്റ് പറയുകയാണ്. എന്തേ അവർക്ക് കുഴപ്പം? അവരല്ലാഹനെ അറിഞ്ഞില്ല എന്നല്ല. വമാ ഖദറുല്ലാഹ, അവര് അല്ലാഹനെ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. ഏത് രൂപത്തിൽ? ഹഖ്ഖ ഖദ്രിഹി, അവനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞിട്ടില്ല. അല്ലാഹനെ എങ്ങനെയെങ്കിലും അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അല്ലാഹനെ അറിയേണ്ടതുപോലെ അറിയണം, അല്ലാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. കണ്ടോ, ഈ ആയത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ മഹാന്മാരായ അതേ തഫ്സീറുകളിൽ അവർ രേഖപ്പെടുത്തുകയാണ്, മഹാന്മാരായ മുഫസ്സിറുകൾ, വമാ ഖദറൽ മുശ്രികൂന അല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. മുശ്രിക്കീങ്ങൾ അല്ലാഹനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടല്ലേ അവർ അല്ലാഹയല്ലാത്തവരെയും ആരാധിക്കാൻ ഒരുങ്ങിയത്. അല്ലാഹ് ആരാണ്? അവൻ മഹാനാണ്, അവനേക്കാൾ മഹാന്മാരില്ല. അൽ ഖാദിറു അലാ കുല്ലി ശൈഇൻ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അൽ മാലികു ലികുല്ലി ശൈഇൻ, എല്ലാത്തിന്റെയും ഉടമയാണ്. വകുല്ലു ശൈഇൻ, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും തഹ്ത ഖഹ്രിഹി, അവന്റെ അധികാരത്തിന്റെ കീഴിലാണ്. വഖുദ്റതിഹി, അവന്റെ കഴിവിന്റെ കീഴിലാണ്. അല്ലാഹനെ മനസ്സിലാക്കേണ്ടതിലൊക്കെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓ മുസ്ലിമേ, റബ്ബിനെ കുറിച്ച് നമ്മൾ എങ്ങനെ അറിയണം? നമ്മുടെ റബ്ബിനതാ ഒരുപാട് നാമങ്ങളില്ലേ. അല്ലാഹ്ക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് കേൾക്കാത്തവരുണ്ടോ? നല്ല നല്ല നാമങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റേതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും നല്ല നല്ല പേരുകളുണ്ട്. ആ പേരുകൾ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടത് ചില്ലുകൂട്ടിലാക്കിയിട്ട് വീട്ടിൽ തൂക്കിയിടാനുള്ളതല്ല. ആ പേരുകളൊക്കെ ശരിക്കും പഠിക്കാനുള്ളതാണ്. എന്റെ റബ്ബിന് എത്ര പേരുണ്ട്? ആ പേരിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കുഞ്ഞിനൊരു പേരിടുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ പേരറിയാൻ വിശ്വാസികൾക്ക് തിടുക്കമുണ്ടാകാറില്ലേ? എന്റെ കുട്ടിയുടെ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിവുള്ളവരോട് ചോദിക്കാറില്ലേ?
അതേ നമ്മെ പടച്ച നാഥൻ ഒരുപാട് പേരുകളുണ്ടെങ്കിൽ ആ പേരുകളുടെയൊക്കെ അർത്ഥം പഠിച്ചോളണം. അർത്ഥം മാത്രം പഠിച്ചാൽ പോരാ, അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് പഠിച്ചോളണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നു. അല്ലാഹുവിനെപ്പറ്റി ഓരോ പേരുകളും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അല്ലാഹ് സമീആണെന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിമേ? അല്ലാഹ് എല്ലാം കേൾക്കുന്നവനെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ റബ്ബ് ബസീറാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹുവിന്റെ പേരാണ് ബസീർ. എല്ലാം കാണുന്നവനാണെന്നല്ലേ അർത്ഥം? അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്റെ റബ്ബെന്നെ കാണാത്ത നേരമില്ലെന്ന് ഉറപ്പല്ലേ? എന്റെ റബ്ബന്റെ സംസാരം കേൾക്കാത്ത നേരമില്ലെന്ന് ഉറപ്പല്ലേ? അതെ, ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ നാഥൻ ഉറങ്ങില്ല എന്നുറപ്പല്ലേ? എന്റെ നാഥന് മയക്കമില്ല എന്നുറപ്പല്ലേ? എന്റെ നാഥന് ഒരു ക്ഷീണം ബാധിക്കില്ല എന്നുറപ്പല്ലേ? ഒരു തളർച്ചയും അവന് ബാധിക്കില്ല. സദാസമയവും എന്നെ കണ്ടുകൊണ്ട്, എന്നെ കേട്ടുകൊണ്ട്, എന്റെ മനസ്സിലെ വികാരങ്ങൾ പോലും അറിഞ്ഞുകൊണ്ട്, ഞാൻ ചിന്തിക്കുന്നതിന്റെ മുമ്പേ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബാണെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ റബ്ബ് കാണാതെ എനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹറാമ് ചെയ്യാൻ കഴിയുമോ? ഹറാമ് കാണാൻ കഴിയുമോ? എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ എങ്ങനെയാ ഹറാമ് കാണും? വീട്ടിലിങ്ങനെ അതാ ചാനലുകളിൽ സിനിമയോടുകയാണ്, സീരിയൽ അതാ ഓടുകയാണ്, പെണ്ണ് നൃത്തമാടുകയാണ്, അതേ മ്യൂസിക് കേൾക്കുകയാണ്, അതേ എല്ലാ രൂപത്തിലുള്ള തോന്നിവാസങ്ങളും നടക്കുകയാണ്. അവനവന്റെ വീടാണ്, അവനവൻ കൊടുത്തുണ്ടാക്കിയ കാശ് കൊടുത്തുണ്ടാക്കിയ ടിവിയാണ്, അവനവന്റെ വീട്ടിലെ ചെയറാണ്, സൗകര്യമാണ്. ഭാര്യയും ഭർത്താവും ഉമ്മയും മക്കളും ഏട്ടനും ജ്യേഷ്ഠത്തിയും മക്കളും ഉപ്പുപ്പയും ഉമ്മുമ്മയും ഒക്കെ ഒന്നിച്ചിരുന്നിട്ട് ഈ ഹറാമ് കാണുമ്പോ ചിന്തിക്കുന്നുണ്ടോ മുസ്ലിമേ? പടച്ച റബ്ബിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് കാണാൻ നമുക്ക് സാധ്യമാണോ? കാരണം നമ്മുടെ റബ്ബിനെ കുറിച്ച് നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? അവൻ ബസീറാണ്, അവൻ കാണാത്ത ഒരു പണിയില്ല, അവൻ കേൾക്കാത്തൊരു കാര്യമില്ല. അല്ലാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹറാമ് ചെയ്യാൻ കഴിയുമോ? ഇതാ ഞാൻ പറഞ്ഞത്. അല്ലാഹുവിനെ അറിയുന്തോറും പടച്ചറമ്പുരാനെ കുറിച്ചുള്ള തഖ്വ കൂടും. അല്ലാഹുവിനെ അറിയാത്തതാ എല്ലാവർക്കും പ്രശ്നം. അല്ലാഹുവിനെ ശരിക്കും മനസ്സിലായില്ല. കേട്ടോ, പടച്ച റബ്ബ് ആരാണ് ശരിക്കും മനസ്സിലായില്ല. ഒരു വിഷയത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ അതിനോട് പേടിയും ഭക്തിയൊന്നും തോന്നില്ല. അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ചെറിയ കുട്ടികൾ വലിയവർ പേടിക്കുന്ന പല കാര്യങ്ങളെയും കാണാൻ കൊച്ചുകുട്ടികൾ അടുത്ത് ചെല്ലും. എന്താ കാരണം? കുട്ടികൾക്ക് അറിഞ്ഞൂടാ ഇതെന്താ സാധനം. അല്ലാഹുവിനെ പറ്റി അറിഞ്ഞോളണം, ശരിക്കറിഞ്ഞോളണം. ശരിക്കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയൂല. എല്ലാം കാണുന്ന വേറെ ആളുണ്ടോ? അല്ലാഹ് കാണും പോലെ ഏതെങ്കിലും ആളുകൾ എല്ലാം കാണുന്നവരുണ്ടോ? ഇല്ലെന്നല്ലേ മുസ്ലിമേ വിശ്വസിക്കേണ്ടത്. അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടോ? ഈ അഞ്ചങ്ങാടി കടപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അല്ലാഹ് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതെന്റെ നാഥൻ കേട്ടല്ലോ, ഉറപ്പല്ലേ? അതേ അവസരത്തിൽ ഈ ലോകത്ത് വേറെ ആരെങ്കിലും അത് കേൾക്കുമോ? ഞാൻ എന്റെ നാഥനെ വിളിക്കും പോലെ അതേ ഞാൻ വിളിക്കുകയാണ്. ബദീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുന്നു, മുത്ത് നബിയെ എന്നെ രക്ഷിക്കണേ, കാക്കണേ എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്നയാളാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ വിളി കേൾക്കുന്നയാളാണോ ബദരീങ്ങൾ? ആളുകളാണോ ബദരീങ്ങൾ? അല്ലല്ലോ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ മഹാന്മാരാണ്, വലിയ സ്ഥാനമുള്ളവരാണ്, അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയിലിരിക്കുന്നവരാണ്. പക്ഷേ ഒരാൾ എത്ര ഉയർന്നാലും, ഒരാൾ എത്ര മഹാനായാലും അല്ലാഹ് കാണും പോലെ എല്ലാം കാണുക എന്ന കഴിവ് കിട്ടില്ല. അല്ലാഹ് കേൾക്കും പോലെ എല്ലാം കേൾക്കാനുള്ള കഴിവ് കിട്ടില്ല. അതേ, എല്ലാം കാണുന്ന റബ്ബ് ഒരുവൻ മാത്രമേയുള്ളൂ. എല്ലാം കേൾക്കുന്ന സമീഅ അല്ലാഹ് മാത്രമേയുള്ളൂ. എല്ലാം അറിയുന്ന അലീം അല്ലാഹ് മാത്രമേയുള്ളൂ. എല്ലാത്തിനും ഖുദ്റത്തുള്ള ഖദീർ റബ്ബുൽ ആലമീൻ മാത്രമേയുള്ളൂ എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ
അതേ, അങ്ങനെ ഓരോ പേരുകളുടെയും അർത്ഥം നമ്മളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാനെ ശരിക്കും നമുക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക് അവന് വേണ്ടി അല്ലാതെ നേർച്ചയാക്കാൻ കഴിയൂല, അവന്റെ കഅബത്തിന്റെ ചുറ്റുമല്ലാതെ തവാഫ് ചെയ്യാൻ കഴിയൂല, അവന് വേണ്ടിയല്ലാതെ മൃഗങ്ങളെയോ കോഴിയെയോ അറുക്കാൻ കഴിയില്ല, അവന്റെ തൃപ്തിയും പ്രീതിക്കും വേണ്ടിയല്ലാതെ മൃഗങ്ങളെ ഒഴിഞ്ഞിടാനാവില്ല, അതേ, അവന്റെ പേര് കൊണ്ടല്ലാതെ സത്യം ചെയ്യാനാവില്ല, അവന്റെ നല്ലാതെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല. ആ നിലക്ക് കൃത്യമായിട്ട് നമ്മളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ റബ്ബുൽ ആലമീനെ കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിൽ വരുന്നു, അവനെ കുറിച്ചുള്ള പ്രതീക്ഷ വരുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളും സ്നേഹിക്കുന്നില്ല, അവൻ എന്നെ അറിയുമ്പോൾ ലോകത്തെന്നെ അറിയുന്നവരാളില്ല. എന്റെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നതിന്റെ മുമ്പേ അറിയുന്നവരാൾ റബ്ബല്ലാതെ വേറെയില്ല. അതുകൊണ്ട് ലോകത്ത് എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി, എല്ലാ മഹാന്മാരും മരണപ്പെട്ടു പോയവരാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അല്ലാഹുവിന്റെ പ്രത്യേകമായ മുഅ്ജിസത്ത് എന്ന നിലക്ക് ഈസാ അലൈഹിസ്സലാമിനെ റബ്ബുൽ ആലമീൻ അവങ്കിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇനി അവസാന നാളിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വരും. അതേ, അതല്ലാത്ത എല്ലാവരും മരണപ്പെട്ടു പോയില്ലേ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ ഇന്ന് ഭൂമിയിൽ നമ്മുടെ കൂടെ ഇല്ലല്ലോ. അതേ, അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും സ്വഹാബിമാരതാ നബിതങ്ങളോടൊരു കാര്യം പറയണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിടത്തേക്ക് അങ്ങോട്ട് പോകലല്ലേ പതിവ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്ത് അവിടുന്ന് വഫാത്തായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും അതാ നബി തങ്ങളുടെ ഹയാത്ത് കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ സഹാബിമാരതാ നബി തങ്ങൾ ഉള്ളിടത്തേക്ക് പോവുകയാണ്. അതല്ലാതെ നബി തങ്ങൾ മദീനത്തിരിക്കുമ്പോൾ സഹാബിമാർ അവരുടെ വീടുകളിൽ വെച്ചിട്ട് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അള്ളാന്റെ റസൂലേ, എനിക്കൊരു കാര്യത്തിൽ സംശയമുണ്ട് നബിയേ, അതെനിക്കൊന്ന് തീർത്തു തരുമോ എന്ന് അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് സഹാബത്ത് ചോദിച്ചിട്ടില്ല. സഹാബ പെണ്ണുങ്ങൾക്കും ചില സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അവരും നബിതങ്ങളോട് വല്ല മസ്അലയും ചോദിക്കാനുണ്ടെങ്കിൽ അതാ നബിതങ്ങളുള്ള മജ്ലിസിലേക്ക് ചെല്ലുകയാണ്. നബിതങ്ങളോട് നേരിട്ട് ചോദിക്കാൻ വല്ല നാണവും ഒക്കെ തോന്നുകയാണെങ്കിൽ, അങ്ങനത്തെ വിഷയങ്ങളാണെങ്കിൽ അതാ അവിടുത്തെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഉമ്മമാരില്ലേ, ഉമ്മമാരോട് ചോദിച്ച് അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നു. എന്തേ ഇവർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് അങ്ങ് വിളിച്ചുകൂടെ? യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അങ്ങ് മറുപടി പറയണേ. എന്തേ അവര് ചോദിക്കാഞ്ഞത്? അവർക്കറിയാം നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ദൂരെ നിന്ന് വിളിച്ചാ കേൾക്കൂല, അടുത്തു ചെന്ന് പറഞ്ഞാലേ കേൾക്കൂ. പിന്നെ വഫാത്തിന്റെ ശേഷം പിന്നെ സഹാബത്ത് വിളിക്കുമോ? വഫാത്തിന്റെ ശേഷം നബി തങ്ങളെ അവര് പിന്നെ വിളിക്കുമോ? നബിയെ രക്ഷിക്കണേ എന്ന് ഒരൊറ്റ സഹാബിയും അവിടുത്തെ വഫാത്തിന്റെ ശേഷം ചോദിച്ചിട്ടുമില്ല. വളരെ ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കാൻ ഇതാർക്കാണ് പ്രയാസമുള്ളത്? അതേ, ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാവുന്ന പച്ചപ്പരമാർത്ഥമാണിത്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്ത് പോലും സ്വഹാബത്തിന്റെ വിളികൾ കേൾക്കാൻ, അതേ, എല്ലാം കേൾക്കാൻ നബി തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, എല്ലാം കാണാൻ നബി തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട നിലക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കാനോ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കാനോ റബ്ബിനു വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനോ റബ്ബിനു വേണ്ടിയല്ലാതെ ബലിയർപ്പിക്കുവാനോ റബ്ബിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യുവാനോ ഒരു കാര്യത്തിനും ഒരു മനുഷ്യനും തോന്നുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവന്റെ നിയന്ത്രണത്തിലും അവന്റെ കേൾവിയിലും അവന്റെ കാഴ്ചയിലുമാണ് ഞാനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒറ്റക്കിരിക്കുന്ന സന്ദർഭത്തിൽ പോലും
നമ്മുടെ മനസ്സിലിതാ ഒരു ചിന്ത വരും, ഞാൻ ഒറ്റക്കല്ല. അതേതുപോലെ ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണെങ്കിൽ പോലും, നിന്റെ വീട്ടിലാവട്ടെ എവിടെയാവട്ടെ, നീ ഒറ്റക്കൊരു സ്ഥലത്ത് നീ ഒഴിഞ്ഞിരിക്കുന്ന നേരമാണെങ്കിൽ പോലും ഒരിക്കലും നീ പറഞ്ഞു പോകരുത് ഞാൻ ഒറ്റക്കാണെന്ന് പറയണ്ട, നീ ഒറ്റക്കാണെന്ന് നീ വിചാരിക്കണ്ട. മറിച്ച് നിന്നെ നീ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? വലാകിൻ ഖുൽ അലയ്യ റഖീബു, എന്നെ നിരീക്ഷിച്ചുകൊണ്ട് എന്റെ നാഥനുണ്ട്, എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫൂലു സാഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു. നീ ഒരിക്കലും അല്ലാഹനെ കുറിച്ച് വിചാരിച്ചു പോകരുത്. ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും അല്ലാഹന്റെ അശ്രദ്ധ എനിക്ക് മുതലെടുക്കാമെന്ന് നീ വിചാരിക്കണ്ട. അല്ല കാണാതെ അറിയാത്തൊരു നേരമുണ്ടാകും, ആ നേരത്ത് എനിക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യാമല്ലോ എന്ന് നീ വിചാരിക്കണ്ട. ആരും കാണാതെ ഞാൻ ഈ പ്രവൃത്തിയൊന്ന് ചെയ്തോട്ടെ എന്ന് നീ വിചാരിക്കണ്ട. നീ എപ്പോഴും മനസ്സിലാക്കിക്കോ, നിന്റെ ഏത് പ്രവർത്തനങ്ങളിലും അതേ സദാസമയം നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാഥനാണ് റബ്ബുൽ ആലമീൻ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഏത് സന്ദർഭത്തിലും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷകൻ, നമ്മെ കാണുന്ന, നമ്മെ കേൾക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ എല്ലാ ചലനങ്ങളും വിചാരവികാരങ്ങളും അറിയാവുന്ന അതേ അങ്ങനത്തെ രക്ഷിതാവ് റബ്ബുൽ ആലമീനാണ്. ഇത് ശരിക്ക് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാഞ്ഞതാണ് പലർക്കും കുഴപ്പം വന്നത്. അല്ലാഹനെ പോലെ മറ്റുള്ളവരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ മനുഷ്യന് പ്രാപ്തി നൽകിയത് എന്താണ്? അവന്റെ ഈ അധമമായ വിശ്വാസമാണ്. അല്ലാഹനെ പോലെ എല്ലാം കാണുന്നവരുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ അല്ലാഹ്? അവരോടും പറയാമല്ലോ. അല്ലാഹനെ പോലെ എല്ലാം കേൾക്കുന്നവർ വേറെയുമുണ്ട് ഈ ലോകത്തെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ എന്റെ റബ്ബ് മാത്രം എന്തിനാ? അവരോടും തേടിക്കൂടെ? അല്ല മാത്രമല്ല, എന്റെ കാര്യങ്ങൾ എപ്പോഴും അറിയുന്ന, എല്ലാം അറിയുന്ന വേറൊരു ശക്തി കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ എനിക്ക് പിന്നെ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ബോധം വരുമോ? ഇല്ലല്ലോ. എന്റെ റബ്ബിനോടും തേടണം, എല്ലാം അറിയാവുന്ന മറ്റുള്ളവരോടും തേടണം എന്ന് വരില്ലേ? ഇതാണ് മുശ്രിക്കുകൾക്ക് പറ്റിയ തകരാറ്. ഇതാണ് മുശ്രിക്കുകൾക്കും സംഭവിച്ചത്. പടച്ച റബ്ബിന് പുറമേയുള്ള ആളുകളെ അവര് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി. അവർക്കതാ മൃഗങ്ങളെ നേർച്ചയാക്കാൻ തുടങ്ങി. അതാ നാളികേരമുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് കണ്ടിട്ടില്ലേ പലരും ഒരു വിഹിതമതാ പല മക്ബറകളിലേക്കും കൊടുക്കുന്നു. മറ്റു മതക്കാരതാ ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കും കൊടുക്കുന്നു. കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നൊരു വിഹിതമിതാ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുന്നു. അതേ ആടിനെയും കോഴിയെയും അതുപോലെ തന്നെ മൂരിയെയും കാളയെയും ഒക്കെയതാ പടച്ച റബ്ബിന്റെ പൊരുത്തമല്ലാത്തവരുടെ പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് നേർച്ചയാക്കി ഒഴിഞ്ഞിടുന്നു. അതേ ജാഹിലിയ്യ കാലത്തതാ മൃഗങ്ങളിൽ നിന്നും ഒരു വിഭാഗത്തെയും കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നൊരു ഐറ്റത്തെയും പടച്ച റബ്ബല്ലാത്തവർക്ക് വേണ്ടിയും അന്നുള്ള ജനങ്ങൾ നീക്കിവെച്ചപ്പോൾ അല്ല ഇല്ല എന്നവരും പറഞ്ഞിട്ടില്ല, അള്ളാനെ അവരും ഇല്ല എന്ന് നിഷേധിച്ചിട്ടില്ല. പക്ഷേ അള്ളാനെ അവരും അറിഞ്ഞു. പക്ഷേ അറിയേണ്ട നിലക്കവരറിഞ്ഞില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവരല്ലാഹനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അബൂജഹിൽ കടലിൽ വെച്ച് അള്ളാഹനോട് പ്രാർത്ഥിക്കുന്നു. കടലിൽ വെച്ച് അള്ളാഹനോട് അബൂജഹിൽ തേടുന്നു. അതേ കടലിൽ സഞ്ചരിക്കുന്ന തൊഴിലാളികളെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ലേ? കടപ്പുറത്തെ പരിസരത്ത് വെച്ചല്ലേ ഉള്ളവൻ സംസാരിക്കുന്നത്? കടലിൽ യാത്ര ചെയ്ത് ശീലമുള്ള സഹോദരങ്ങൾ ഇത് കേൾക്കുന്നില്ലേ? കാറ്റും കോളും വന്നുകൊണ്ട് തോണിമറിയാൻ പോകുമ്പോ അതേതൊരു മനുഷ്യന്റെ മനസ്സിലും വരുന്ന ഏറ്റവും വലിയ ഭീതിയില്ലേ? ആ ഭീതിയുടെ സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ പോലും വിളിക്കുന്നു, അല്ലാ രക്ഷിക്കണേ അല്ലാ, ഇവിടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ എന്നൊന്നും നിന്നോട് കൂറുള്ളവരായിരിക്കും, അതുകൊണ്ട് രക്ഷിക്കണേ
എന്ന് വിളിച്ച് തേടിയ അബൂജഹലടക്കമുള്ള മുശ്രിക്കുകൾ ആ കടലിൽ നിന്ന് സുരക്ഷിതരായിക്കൊണ്ട് കരയിലേക്ക് അവരെത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അവരതാ ആ കടലിൽ വെച്ച് ആരോടാണോ തേടിയതെങ്കിൽ ആ റബ്ബിൽ അവർ മറ്റുള്ളവരെ കൂടിയതാ പങ്കു ചേർക്കുന്നു. കരയിലെത്തിയാൽ ലാത്തയെ വിളിക്കുന്നു, ഉസ്സയെ വിളിക്കുന്നു, ഹുബിലിനെ വിളിക്കുന്നു, മനാത്തയെ വിളിക്കുന്നു. ചിന്തിക്കണം, നന്നായി ആലോചിക്കണം. ഇവരെ അള്ളാനെ തന്നെ അവരും അറിഞ്ഞു. പക്ഷേ അള്ളാനോടും പ്രാർത്ഥിച്ചു, മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചു. അള്ളാഹ്ക്കും നേർച്ച കൊടുത്തു, മറ്റുള്ളവർക്കും നേർച്ച കൊടുത്തു. അള്ളാഹ്ക്ക് വേണ്ടിയും മറവ് നടത്തി, മറ്റുള്ളവർക്ക് വേണ്ടിയും മറവ് നടത്തി. അള്ളാന്റെ പേരിലും അവർ സത്യം ചെയ്തു, ഫവല്ലാന്ന് പറഞ്ഞു. അതേ വല്ലാത്തിൽ ആത്തയുടെ പേരിലും സത്യം ചെയ്തു. ഇങ്ങനെ പലർക്കുമായി കൊണ്ടവർ വിഭജിക്കാൻ എന്തേ കാരണം? ആ കുഴപ്പമാണല്ലോ പറഞ്ഞത്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹനെ മനസ്സിലാക്കേണ്ട നിലക്കവര് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മമാരോടും എന്റെ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, പടച്ച റബ്ബിനെ കുറിച്ച് അതേ അക്കാലത്തെ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ പോരാ. റബ്ബിനെ എങ്ങനെ വിശ്വസിക്കണോ അത് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ റബ്ബിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ വിശ്വസിക്കണേ. ആ വിശ്വാസമങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാനോടല്ലാതെ പ്രാർത്ഥിക്കാനാവില്ല. കാരണം അള്ളാനെ പോലെ കേൾക്കുന്നവരോ കാണുന്നവരോ ഇല്ല, അള്ളാനെ പോലെ അറിയുന്നവരില്ല, അള്ളാനെ പോലെ എപ്പോഴും എന്നെ നിരീക്ഷിക്കുന്നവരില്ല. അള്ള മാത്രമേ എല്ലാം കേൾക്കൂ, അള്ള മാത്രമേ എല്ലാം കാണൂ, അള്ള മാത്രമേ എന്നെ എല്ലാ ഘട്ടത്തിലും എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ റബ്ബിനല്ലേ കഴിയൂ. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതാ ഈ ലോകത്തത് പഠിപ്പിക്കാനാണ് ഖുർആൻ വന്നതെന്ന്, നബിതങ്ങൾ വന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ടല്ലേ വന്നത്? ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരത്തിൽ വരെ 3 തവണ നമ്മൾ അല്ലാഹുവോട് ചോദിച്ചില്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാഹ്. ഏതാണ് ആ നേരായ വഴി നമ്മൾ ചോദിച്ചത്? നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങൾ നടക്കുന്ന വഴിയിലേക്ക് ചേർക്കണമെന്നാണോ ഇന്ന് പറഞ്ഞത്? അല്ല. പണക്കാരി നടക്കുന്ന വഴിയിലൂടെ എന്നെയുമാക്കണമെന്നല്ല പറഞ്ഞത്. നാട്ടിലുള്ള വലിയ പേരും പ്രശസ്തിയും കാണാൻ ഭംഗിയൊക്കെയുള്ള ചില ആളുകൾ നടക്കുന്ന റൂട്ടിലേക്ക് എന്നെയും ചേർക്കണേ എന്നല്ലല്ലോ പ്രാർത്ഥിച്ചത്. മറിച്ച് നമ്മൾ ഏത് വഴിയിൽ ചേർക്കാനാ തേടിയത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്നെ ചേർക്കണം. നിന്റെ കോപത്തിനും നിന്റെ ശാപത്തിനുമൊക്കെ അർഹരായിട്ടുള്ള ചില പിഴച്ച കക്ഷികളുണ്ട്, അവരുടെ വഴിയിൽ പെടുത്തല്ലേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അതും പറഞ്ഞിട്ട് നമ്മളതാ ആമീൻ എന്ന് ഭക്തി നിർഭരമായി ഇന്നും പറഞ്ഞില്ലേ? ആ പ്രാർത്ഥനയിൽ റബ്ബിനോട് നമ്മൾ തേടുന്നത്, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്നെ ചേർക്കണം. ആരാണല്ലോ അനുഗ്രഹിച്ചവർ? പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ ആരാണ്? അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അമ്പിയാക്കളാണ്, ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. ഈ 4 വിഭാഗവും നടന്ന വഴിയിൽ ഞങ്ങളെ ചേർക്കണം. മഗ്ദൂബി അലൈഹിമിന്റെ വഴിയിൽ ചേർക്കരുത്, അത് യഹൂദികളാണ്. വലദ്ദാലീൻ, പിഴച്ചവരുടെ കൂട്ടത്തിലും ചേർക്കല്ല, അത് നസറാനികളാണ്. യഹൂദി നസറാനികളുടെ വഴിയിലും അതുപോലെയുള്ള കക്ഷികളുടെ വഴിയിലും പെടുത്താതെ അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, സാലിഹീങ്ങളുടെ വഴിയിൽ ചേർത്ത് തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമായോ? അവരുടെയൊക്കെ വഴി എന്താണ് അറിയണ്ടേ? ഇവരൊക്കെ നടന്ന വഴി എന്താണ് മനസ്സിലാക്കണ്ടേ? അതേ ഒന്നാമത് പറഞ്ഞ അമ്പിയാക്കൾ ചരിത്രം പരതി നോക്കൂ. ആദം അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അതേ 10,000 പ്രവാചകന്മാര് വന്നില്ലേ? അതിൽ 25 നബിമാരുടെ പേരാണ് ഖുർആൻ പറയുന്നത്. ആ 25 നബിമാരിൽ പലരുടെയും ദുആ ഖുർആനിലുണ്ട് താനും. ഏതെങ്കിലും ഒരു നബി അല്ലാഹുവോടല്ലാതെ തേടിയിട്ടുണ്ടോ? ആദം നബി തേടിയില്ല. കാരണം ആദം നബിക്ക് മുമ്പൊരു മഹാനില്ലെന്നതുകൊണ്ട് എന്ന് പറഞ്ഞേക്കാം. എന്നാ നൂഹ് നബിയോ, ഇബ്രാഹിം നബിയോ, ഇസ്മായിൽ നബിയോ, മൂസ നബിയോ, ഈസ നബിയോ ആരെങ്കിലും അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ പ്രവാചകന്മാരോട് തേടിയെങ്കിൽ അവരുടെ ചരിത്രം നമുക്ക് പറഞ്ഞതെന്ന ഖുർആൻ ഈ കാര്യം കൂടി പറയാതെ പോകുമോ? ബുദ്ധിയുള്ള ഉമ്മമാര് ചിന്തിക്കണം. ഇതിൽ വാശിയുടെ പ്രശ്നമില്ല, ഇതിൽ ഗ്രൂപ്പിന്റെ പ്രശ്നമില്ല. എല്ലാവരുടെയും പരലോകം നന്നാകാനാണ് ഈ പറയുന്നത്. ആരോടും വാശി തീർക്കാനല്ല, ആരെയും പഴി പറയാനല്ല. നമ്മുടെ അഖീദ നന്നാകണോ? ഖബറിൽ രക്ഷ വേണോ? മഹ്ശറിൽ രക്ഷ വേണോ? സ്വർഗം കിട്ടണോ? നരകത്തിയില്ലെന്ന് കാവൽ വേണോ? അമ്പിയാക്കന്മാര് നടന്ന വഴിയിലൂടെ നടന്നോളണം. ഒരൊറ്റ നബിമാര് പറയട്ടെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ അലിമീങ്ങളോട്. അതേ മുജാഹിദുകൾ പഴച്ചവരാണ്, അവരോട് സലാം പറയരുത്, മിണ്ടരുതെന്ന് പറയുന്നവരോട് നിങ്ങളൊന്ന് ചോദിക്ക്. പരിശുദ്ധ ഖുർആനിലതാ നബിമാരുടെ ചരിത്രം പറഞ്ഞെടുത്ത് ഏത് നബിയാണ് അള്ളയല്ലാത്തവരോട് നമ്മൾ ഇന്ന് മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, ബർദാന്തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയും പോലെ അതേ ഏത് നബിയാണ് ഏതെങ്കിലും ഒരു മഹാത്മാവിനെ വിളിച്ച് തേടിയത്? ആയത്തൊന്ന് പറയൂ, അധ്യായത്തിന്റെ സൂറത്തൊന്ന് പറയൂ, നമ്പർ ഒന്ന് പറയൂ, ഞങ്ങളൊന്ന് എഴുതിയെടുക്കട്ടെ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഈമാനുള്ള മുസ്ലിയാരാണെങ്കിൽ അയാൾക്ക് പറയാനാവില്ല. കാരണം പരിശുദ്ധ ഖുർആനിലതാ ഒരൊറ്റ നബിമാരും അല്ലാഹുവിനോടല്ലാതെ തേടിയ സംഭവമേ ഇല്ല. കുട്ടിയില്ലാതെ വിഷമിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, സന്താനമില്ലാതെ വിഷമിച്ച സക്കരിയ അലൈഹിസ്സലാം, അതേ രോഗം കൊണ്ട് കഷ്ടപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം, ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ കേട്ടപ്പോൾ പ്രാർത്ഥിച്ച നൂഹ് അലൈഹിസ്സലാം, ഒട്ടേറെ പ്രവാചകന്മാരതാ റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ഖുർആനിലില്ല, ഹദീസിലുമില്ല. ഇനിയതാ മുസ്ലിമേ, നിത്യജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ദിക്ർ ചൊല്ലാനുണ്ട്, എത്ര പ്രാർത്ഥിക്കാനുണ്ട്, നമുക്ക് എത്ര ദുആ നമുക്ക് പഠിക്കാനും ചൊല്ലാനുമുണ്ട്. രാവിലെ എഴുന്നേറ്റാ ദിക്ർ ചൊല്ലിക്കൊണ്ടല്ലേ എഴുന്നേൽക്കേണ്ടത്? മുസ്ലിമീങ്ങളെ ചെയ്യാറുണ്ടോ? അള്ളാനെ സ്തുതിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടല്ലേ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്? ഉറങ്ങുന്നതിന്റെ മുമ്പ് വരെ ചൊല്ലാനുള്ള ദുആകളില്ലേ? സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന വിഷയത്തിൽ അതാ നിരവധി പുസ്തകങ്ങളുണ്ട്. ഈ ഉള്ളവൻ തന്നെ സംസാരിച്ച 40ഓളം സീഡികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സമയവും സൗകര്യവും കിട്ടുമ്പോൾ അത്തരം പുസ്തകങ്ങളും സീഡികളുമൊക്കെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിൽ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ച 100 കണക്കിന് ദിക്റുകൾ പഠിക്കണേ, ദുആകൾ പഠിക്കണേ, സ്വലാത്ത് പഠിക്കണേ. എന്നിട്ടതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണേ. എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതാ നിത്യജീവിതത്തിൽ നമുക്ക് ചൊല്ലാനുള്ള ഏതെങ്കിലും ദുആകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാത്തവരോടുണ്ടോ? ഉണ്ടോ? നിസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥനയിൽ റബ്ബിനോടല്ലാതെ വിളിച്ച് രക്ഷിക്കണേ സഹായം ചോദിക്കുന്നുണ്ടോ? നിസ്കാരത്തിന്റെ പുറത്തുള്ള ദിക്റുകളിലോ ദുആകളിലോ ഉണ്ടോ? ഇല്ലല്ലോ. സർവം റബ്ബിനോടാണ്. സർവപ്രവേശാരൂപത്തിലുള്ള അപേക്ഷകളും റബ്ബിലേക്കാണ്. ഇതാർക്കാ മനസ്സിലാകാത്തത്? ഇതിലൊരു കക്ഷിയുടെ കുഴപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയേണ്ട, തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാവർക്കും അറിയില്ലേ? ഈ വേറൊരു കൂട്ടർ വന്ന് മറുപടി പറയുമ്പോൾ അവരത് ഓതണ്ടേ? അവര് പറയേണ്ടതാ, നൂഹ് നബി ആദം നബിയെ വിളിച്ച ആയത്ത് പിടിച്ചോ, ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത് നോക്കിക്കോ. ഇബ്രാഹിം നബി അതാ നൂഹ് നബിയോട് തേടിയിരിക്കുന്നു. ഇസ്മായിൽ നബി അതാ വാപ്പയായ ഇബ്രാഹിം നബിയുടെ വഫാത്തിന്റെ ശേഷം തേടിയിരിക്കുന്നു. മൂസാ നബി അതാ കഴിഞ്ഞുപോയ ഇബ്രാഹിം നബിയോട് തേടിയിരിക്കുന്നു. മൗലവിമാരെ, പരിശുദ്ധ ഖുർആനിലെ ഇത്രാമത്തെ സൂറത്തിൽ ഇത്രാമത്തെ ആയത്തിലതാ ഇന്ന നബി മറ്റേ നബിയോട് വിളിച്ച് തേടിയതാ പിടിച്ചോ ആയത്തെന്ന് പറഞ്ഞിട്ട് ഓതാൻ ഒരൊറ്റ മുസ്ലിയാർക്കും ജീവനുള്ളയിടത്തോളം ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല.
പരിശുദ്ധ ഖുർആനിലെ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പൊ അമ്പിയാക്കന്മാരെ വഴി ഏതാ? ഞാനും നിങ്ങളിപ്പോ നിസ്കാരത്തിൽ അള്ളാനോട് ഒരു ദിവസം 17 തവണ നിർബന്ധമായിട്ട് ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിലെ ഒന്നാമത്തെ മെമ്പർമാരായ അമ്പിയാക്കന്മാരുടെ വഴി ഏതാ? അള്ളാനോട് മാത്രം തേടുക. ആ വഴിയിലല്ലേ നമ്മൾ? ആ വഴിയിലല്ലേ മുന്നോട്ട് പോകേണ്ടത്? ശരി, ഇനി അടുത്തതാരാണ്? ശുഹദാക്കൾ അല്ലേ? ശുഹദാക്കൾ, അള്ളാന്റെ മാർഗത്തിൽ ജീവൻ വെടിഞ്ഞ ശുഹദാക്കൾ. എത്രയോ ആളുകൾ ഈ ലോകത്ത് ഷഹീദുകളായി. അതെ, ഒരുപാട് ആളുകൾ ബദറിൽ ഷഹീദായി, ഒരുപാട് ആളുകൾ ഉഹദിൽ ഷഹീദായി, എത്രയോ ആളുകൾ അതിന്റെ മുമ്പും ഈ ലോകത്ത് ഷഹീദുകളായി. ആ ഷഹീദുകളുടെ ഒക്കെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഷഹീദ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചതായി പിടിച്ചോ മൗലവിമാരെ, ഇതാ തെളിവ് എന്ന് പറയാനുണ്ടോ? ഇല്ല, ഇല്ല. ഇല്ലാത്തത് കൊണ്ടാ പറയുന്നത്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ല. ഇല്ല, ഇല്ല, സത്യമാണ് പറയുന്നത്. ഇല്ല. അത് കഴിഞ്ഞാൽ ശുഹദാക്കൾ കഴിഞ്ഞാൽ സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞ സത്യസന്ധന്മാരായ മഹാന്മാർ. അവരിൽ ഏറ്റവും മഹാനായ നേതാവല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങളെ രക്ഷിക്കണേ എന്ന് നബി തങ്ങളെ വിളിച്ച് തേടിയതുണ്ടോ? ഇല്ല, കാണിക്കാനാവില്ല. നബി തങ്ങളെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നബി തങ്ങളോട് ഒരു സഹായവും തേടിയതായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഇല്ല. അവിടുത്തെ വഫാത്തിന്റെ ശേഷം വിളിച്ചിട്ടില്ല. വിളിച്ചു എന്ന് പറയുന്നത് എപ്പോഴാ? അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് മരിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി യാ നബി അല്ലാഹ് എന്ന് വിളിക്കുന്നുണ്ട്. ചില ആൾക്കാരിഞ്ഞ് വന്നിട്ട് അത് പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുമ്പോ ആദ്യം തന്നെ ചെയ്തത് മുഖത്ത് നിന്ന് തുണി നീക്കിയിട്ട് ചുംബിച്ചിട്ട് ഒരൊറ്റ വിളിയാണ് യാ നബി അല്ലാഹ്. അപ്പൊ മരിച്ചുപോയ വഫാത്തായി പോയ നബിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ? അത് നബി തങ്ങളെ വിളിച്ച് സഹായം തേടുകയല്ല. അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന വിവരത്തെ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സഹാബിമാരിൽ ചില ആളുകൾ അവിടെ ബഹളം കൂട്ടുകയാണ്. ആ സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് 2 മരണം അല്ലാഹു വിധിച്ചിട്ടില്ല, ഒരൊറ്റ മരണമേയുള്ളൂ. ആ മരണമിതാ അങ്ങൊന്ന് മരിച്ചിരിക്കുന്നു. അത് നബി തങ്ങളെ വിളിച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്തതല്ല. നബിയെ, നിങ്ങൾക്ക് 2 മരണമില്ല, ഒരു മരണേ ഉള്ളൂ നബിയെ. ആ മരണപ്പോ നിങ്ങൾ മരിച്ചിരിക്കുന്നുട്ടോ എന്ന് അള്ളാന്റെ റസൂലിനെ പഠിപ്പിച്ചതല്ല. അള്ളാന്റെ റസൂൽ മരിച്ചു എന്ന് പറയുന്നോണ്ട് തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു വാളും കൊണ്ട് തുള്ളുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കാനാ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം, തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാനാ പറയുന്നത്. അപ്പൊ നോക്കൂ, അതല്ലാതെ ഒരൊറ്റ നബിമാരും ഒരൊറ്റ ശുഹദാക്കളും ഒരൊറ്റ സിദ്ദീഖീങ്ങളും അതേ മഹാവഫാത്തായി പോയിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്തതായിട്ടില്ല. ഒരു സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലും അതില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാനുള്ള യഥാർത്ഥമായ മാർഗം, ആ മാർഗത്തിലൂടെ നടക്കാനാ നമ്മൾ പറയുന്നത്. ആ മാർഗത്തിൽപ്പെട്ട ഒരാളും തന്നെ റബ്ബിനോടല്ലാതെ വിളിച്ചു തേടിയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കൃത്യമായ മാർഗരേഖ, ആ മാർഗരേഖ വിട്ടുകൊണ്ട് നബി തങ്ങളോട് വരെ പറയുകയാണ്, നബി തങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വല്ലുൽബി വല്ലുൽഫി ശദീദി ഫഅസ്ഇദി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിന്റെ വരികളിൽ കാണാം, നബിയെ അങ്ങേക്ക് അറിയാമല്ലോ എനിക്കെന്തൊക്കെ വിഷമങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് ബാധിച്ചിട്ടുള്ളതെന്ന് നബിയെ തങ്ങൾക്കറിയാമല്ലോ. ഇത് സ്വഹാബത്ത് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി തങ്ങളോട് പറഞ്ഞതല്ല. മങ്കൂസ് മൗലീദുകാരൻ ഇക്കാലത്ത് എഴുതിയുണ്ടാക്കിയതാണ്. അപ്പൊ ഇക്കാലത്ത് ഒരാളാ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ എനിക്കെന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമാണ് ബാധിച്ചതെന്ന് അങ്ങേക്കറിയാമല്ലോ. അതിൽ നിന്നൊക്കെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് സൗഭാഗ്യം തരണേ. ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എണ്ണവും കണക്കുമില്ലാത്തത്ര പാപങ്ങൾ ഞാൻ ചെയ്തു പോയി.
ലകസ്കു അങ്ങയോട് മാത്രമാണ് ഞാൻ പരാതി പറയുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പരാതി പറയുന്നു, സങ്കടം പറയുന്നു, പാപം പുറത്തു തരാൻ പറയുന്നു, വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറയുന്നു, അതേ രോഗങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പറയുന്നു. നബിയെ എനിക്ക് ശിഫ തരണേ എന്ന് പറയുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രമല്ല, അതേ നബി തങ്ങളെ കുറിച്ച് പോലും എന്താ വിശ്വസിക്കുന്നത്? അള്ളാന്റെ റസൂൽ നമ്മുടെ കൂടെയൊക്കെ എപ്പോഴും ഉണ്ട് പോലും, നബി തങ്ങൾ നമ്മെ എപ്പോഴും കാണുന്നുണ്ട് പോലും, നബി തങ്ങൾ നമ്മെ എപ്പോഴും കേൾക്കുന്നുണ്ട് പോലും, എല്ലാവരുടെയും കൂടെ അള്ളാന്റെ റസൂൽ ഉണ്ടത്രേ. അതേ എല്ലാവരെയും കണ്ടുകൊണ്ട്, എല്ലാവരെയും കേട്ടുകൊണ്ട്, എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാന്റെ റസൂൽ എല്ലാവരുടെയും കൂടെയുണ്ട് എന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനല്ല. അവിടുന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് കാലത്താണെങ്കിലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതല്ലയാ പറഞ്ഞത്, അതല്ലയാ പറഞ്ഞത്. ബഹുവമാക്കും മൈനമാക്കും തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും അല്ല നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ല നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നമ്മെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുമില്ല. നബിതങ്ങളെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അവിടുന്ന് പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമിലെ വിശ്വാസമല്ല. ഇതെന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രമാണോ? അല്ല. നബിയെ കുറിച്ച് മാത്രമല്ല, ചില ആളുകളെ കുറിച്ച്, എല്ലാവരെ കുറിച്ചും ഇവരിങ്ങനെയാ വിശ്വസിക്കുന്നത്. ഔലിയാക്കന്മാരായിട്ട് ചില ആളുകളെ ഇവരങ്ങ് സങ്കല്പിക്കും. എന്നിട്ട് ആളെ ഔലിയപ്പാപ്പാന്ന് വിളിക്കും, അല്ലെങ്കിൽ ബീവി എന്ന് വിളിക്കും, അല്ലെങ്കിൽ തങ്ങൾ പാപ്പാന്ന് വിളിക്കും. അങ്ങനെ മൂപ്പരങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഓർ മരണപ്പെട്ടു പോയെങ്കിലും, മൂപ്പര് മരണപ്പെട്ടു പോയെങ്കിലും ഇപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നമ്മെ വിളിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ. ഒരു കുപ്പിയിലുള്ള ദ്രാവകം പുറത്തുനിന്ന് നമ്മൾ നോക്കിയാ എങ്ങനെ കാണുമോ അതുപോലെ മണത്തലയിൽ കിടന്ന ഹൈദ്രോസ് മൂപ്പൻ കാണുകയാണ്, ബർദാൻ തങ്ങൾ കാണുകയാണ്, ബദരീങ്ങൾ കാണുകയാണ്, സർവരും കാണുകയാണ്. അതുകൊണ്ട് അവരെ വിളിച്ചാൽ അവർ കാവലിനെത്തും, അവരെ വിളിച്ചാൽ അവർ രക്ഷപ്പെടുത്തും, അവർക്ക് നേർച്ചയാക്കിയാൽ അവർ നമ്മുടെ തോട്ടത്തിലെത്തും. അതേ ബർദാന്തങ്ങൾക്ക് പുകല നേർച്ചയാക്കി കഴിഞ്ഞാൽ അതേ തെങ്ങിൻ തോപ്പിൽ പിന്നെ വെട്ടുകിളിയുടെ ശല്യമില്ല, അതേ തണ്ടുതുരപ്പന്റെ ശല്യമില്ല, കീടങ്ങളുടെ ശല്യമില്ല. മൂപ്പരെല്ലാം കാക്കുകയല്ലേ, മൂപ്പരെല്ലാം നോക്കുകയല്ലേ, മൂപ്പരെല്ലാം കേൾക്കുകയല്ലേ. ആ വിശ്വാസം മുസ്ലിമേ ഇത് നമുക്ക് ചേർന്നതാണോ? ഇത് നമ്മൾ അംഗീകരിക്കേണ്ട വിശ്വാസമാണോ? അള്ളാന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് വിശ്വസിക്കേണ്ടതേ വിശ്വസിക്കാൻ പാടുള്ളൂ. ഔലിയാക്കളില്ലെന്ന് പറയുന്ന കൂട്ടക്കാരാ നിങ്ങൾ എന്ന് നാളെ ആരും പറയണ്ട. നമുക്ക് ആ വിശ്വാസമില്ല. ഔലിയാക്കളുണ്ട്, കറാമത്തുകളും ഉണ്ട്. പക്ഷേ ഔലിയയാകണമെങ്കിൽ അതിനൊരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതെന്താ ഖുർആൻ പറഞ്ഞത്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനും തഖ്വയുമുള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവർക്കെന്താ പ്രത്യേകത? ഔലിയാക്കന്മാർക്ക് എന്താ പ്രത്യേകത? പടച്ച റബ്ബിനെ ശരിക്കും അവർ ഭയപ്പെടും, നല്ല ഈമാൻ ഉണ്ടാകും, തെറ്റുകൾ ചെയ്യില്ല, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയാണ്, നല്ല വൃത്തി ഉണ്ടാകും. കാരണം എന്താ? ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഖിരീൻ. അല്ലാഹു അവനോട് തൗബ ചെയ്ത് അകം ശുദ്ധിയാക്കുന്നവരെ ഇഷ്ടമാണ്. പുറമൊക്കെ കുളിച്ചും വൃത്തിയായും കഴുകിയുമൊക്കെ വൃത്തിയിൽ നടക്കുന്നവരെയും അല്ലാഹുവിന് പെരുത്തി ഇഷ്ടമാണ്. ഖുർആനല്ലേ പറയുന്നത്? 5 നേരം വുളൂഎടുക്കുമ്പോ ശുദ്ധിയാകുന്നു. അതേ ജുമാക്ക് കുളിക്കൽ നിർബന്ധമാക്കി, പല ഘട്ടങ്ങളിലും കുളിക്കൽ നിർബന്ധമാക്കി. നഖം വളർത്താൻ പാടില്ല, മുറിച്ചു നീക്കണം. താടി നന്നായി വളർത്തണം, മീശ വെട്ടി ചെറുതാക്കണം.
ആരെങ്കിലും താടി വടിച്ചു നീക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് സാന്ദർഭികമായി സ്നേഹത്തോടെ പറയട്ടെ, അമ്പിയാക്കളുടെ പാത താടി നീട്ടലാണ്. അത് വടിച്ചു കളയാൻ ഭാര്യ പറഞ്ഞാലും സമ്മതിക്കണ്ട. ഖബറിൽ നിങ്ങൾ ഒറ്റക്കാണ്, സപ്പോർട്ടിന് ഭാര്യയില്ല. മഹ്ശറിൽ നിങ്ങൾ ഒറ്റക്കാണ്, സപ്പോർട്ടിന് ഭാര്യയില്ല. ഒരു ഭാര്യയുടെ വാക്കും കേട്ടിട്ടൊരാണാണെങ്കിൽ താടി വടിക്കണ്ട, ഒരു ഉപ്പയും താടി വടിക്കണ്ട, ആർക്ക് വേണ്ടിയും താടി വടിക്കണ്ട. നമ്മുടെ നേതാവിന് പെരുത്ത് സ്നേഹമുള്ള ഇഷ്ടമുള്ള വിഷയമാണത്. അതുകൊണ്ട് താടി വടിക്കലും മീശ ചെറുതാക്കലും നഖം മുറിക്കലും ഭംഗിയിലും വൃത്തിയിലും നടക്കലും മുടിയീകലും എണ്ണയിടലും ഇതൊക്കെ പടച്ചവന് പെരുത്തിഷ്ടമാണ്. ഔലിയാക്കന്മാർക്ക് ഇതൊന്നും ചേർന്നതല്ലെന്ന് ധരിക്കരുത്. ചില ആൾക്കാർ മനസ്സിലാക്കിയത് എന്താ, ഔലിയാകണോ അത് നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, മൂപ്പര് നിസ്കരിക്കുന്നത് കാണാൻ പാടില്ല. കാരണം ഔലിയാക്കന്മാർക്ക് പടച്ചവനോട് പേടി മൂത്തിട്ട് ഇഖ്ലാസ് കൊണ്ട് അവര് നിസ്കരിക്കുന്നത് ആരെങ്കിലും കാണുമോ, ലോകമാന്യമായി പോവില്ലേ എന്ന് ഭയപ്പെട്ട് അവര് സ്വകാര്യമായിട്ട് നിസ്കരിക്കും. ഇങ്ങനെയുണ്ടോ ഒരു നിസ്കാരം? അള്ളാന്റെ റസൂലിനെ കാണ തഖ്വ സമയ, പടച്ച റബ്ബിന്റെ റസൂലല്ലേ ലോകമാന്യം അരുത് എന്ന് പറഞ്ഞത്. ആ നബി തങ്ങൾ 5 നേരം ആളുകൾ കാണുക പള്ളിയിൽ പോയില്ലേ, 5 നേരം ജമാഅത്തിന് ഇമാമത്തിന് നിന്നില്ലേ നമ്മുടെ മുത്തുനബി? അവിടത്തേക്കൊക്കെ ഇല്ലാത്തൊരു തഖ്വ ഖുശൂ ഔലിയാക്കന്മാർക്കോ അണ്ട് ബർദാന്തങ്ങളുടെ ചരിത്രത്തിലുണ്ട്. ഞാനാണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുന്നത് എവിടുന്ന, ഇങ്ങൊക്കെ എവിടുന്ന ബർദാന്തങ്ങളെ പരിചയം? നിങ്ങളും മലപ്പുറത്തുനിന്ന് വന്നിട്ട്, നിങ്ങൾ മലപ്പാലി ചാർജ് ചെയ്യുന്ന ഇപ്പൊ ജോലി ചെയ്യുന്നോടത്ത് നിന്നിട്ട് പ്ലെയിൻ ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ ബർദാന്തങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങളാരാ എന്ന് ഒരു പക്ഷേ ഒരാളും എന്ത് ചെയ്യണ്ട, ചോദിക്കണ്ട എന്ന നിലക്ക് ഈ മഹല്ല് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകം കൊണ്ടാ ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ കുഴപ്പമില്ലല്ലോ. ആരായി പുസ്തകം പ്രസിദ്ധീകരിച്ചത്? ഇതിന്റെ പേരെന്താ? അശ്ശൈഖ് ബർദാൻ തങ്ങൾ ആരായിരുന്നു? തൊട്ടപ്പുറത്തുള്ള മക്ബറയാണല്ലോ, ദർഗയാണല്ലോ ഈ ബർദാൻ തങ്ങൾ. ശരി, അശ്ശൈഖ് ബർദാൻ തങ്ങൾ ആരായിരുന്നു? ആരാ എഴുതിയത്? KP അബ്ദുൽ ഹക്കീം മുസ്ലിയാർ, ഖത്തീബ്, വട്ടേക്കാട് ജുമാ മസ്ജിദ്. കുഴപ്പമില്ലല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. ശരി, ആരായി ബുക്ക് പ്രസിദ്ധീകരിച്ചത്? വട്ടേക്കാട് മഹല്ല് കമ്മിറ്റി. ഇനി ഇതൊന്ന് വായിച്ചാൽ തകരാറൊന്നുമില്ലല്ലോ. ഇല്ല എന്ന വിശ്വാസത്തോടെ ചിലത് എനിക്ക് പറയാനുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കണം, ഇങ്ങനൊരു ബുക്കുണ്ടോ ഹക്കീം മൗലിയരെ? നിങ്ങൾ എഴുതിയതാണോ? നമ്മളെ പള്ളി കമ്മിറ്റി പ്രസിദ്ധീകരിച്ചതാണോ? ഒന്ന് ചോദിച്ചുറപ്പ് വരുത്തുക. എന്നിട്ട് മതി നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തിരിയ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയട്ടെ, എന്താ ഈ മൂപ്പരെ കുറിച്ച് ആദ്യം പറയുന്നത് എന്താ ശരിക്കൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരല്ല, ഔലിയാക്കന്മാരെ തള്ളിപ്പറയാൻ നമ്മൾ ആളല്ല, പാടില്ല. പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ പടച്ച റബ്ബിലേക്ക് അടുപ്പം സിദ്ധിച്ച മഹാന്മാരാണ്. പക്ഷേ അതിന് അള്ളയും അവന്റെ റസൂലുമൊക്കെ പരിചയപ്പെടുത്തിയ ചില വിശ്വാസങ്ങളുണ്ട്, രീതികളുണ്ട്, സ്വഭാവങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അപ്പുറമുള്ളതൊക്കെ ഔലിയാക്കളുടെ പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതാ വിനയത്തോടെ മുജാഹിദുകൾക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ആദ്യം തന്നെ ബർദാൻ തങ്ങൾ എന്നാ പറയുന്നത്. ഇദ്ദേഹം തങ്ങളാണോ? തങ്ങളല്ലാത്ത ഒരാളെ കുറിച്ച് തങ്ങളാന്ന് പറയാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിക്കും. തങ്ങളല്ലാത്ത ഒരാളെ കുറിച്ച് തങ്ങളാന്ന് പറയാൻ പാടുണ്ടോ? കളവല്ലേ അത്? കളവല്ലേ? അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിൽ പെടാത്ത ഒരാളെ, സയ്യിദ് കുടുംബത്തിൽ പെടാത്ത ഒരാളെ തങ്ങൾ എന്ന് വിളിച്ചാൽ അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അപ്പോ തുടക്കത്തിൽ തന്നെ ഇവരും സമ്മതിക്കാണ് കേട്ടോ, മഹാനവറുകൾ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളല്ല, തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ബഹുമാന സൂചകമായിട്ടാണ്. ഇതായിരിക്കാം എല്ലാവർക്കും അറിയോ? എല്ലാവരും ബർദാന്തങ്ങൾ എന്ന തങ്ങപ്പാപ്പേച്ചിട്ടല്ലേ? ഇത് നബി കുടുംബത്തിൽപ്പെട്ട ആളല്ല, പിന്നെന്താ ബർദാന്തങ്ങൾ എന്ന് പറയുന്നത്? മനസ്സിൽ പറയുന്നതാണ്. കണ്ടോ, ഇതറിയോ ആളുകൾക്ക്? ഇതറിയോ? മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഈ ബുക്കിൽ പറയണ, ഈ ബുക്ക് എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? ഭാവി തലമുറക്ക് മഹാനവറുകളെ പരിചയപ്പെടുത്തി കൊടുക്കൽ അത്യാവശ്യമായതുകൊണ്ടാണ് എഴുതുന്നതെന്നാ. എന്തൊക്കെ പരിചയപ്പെടുത്തിയത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്. നമ്മളാരും ഔലിയാക്കന്മാരെ ഒരു നിലക്കും തെറി പറയുന്നവരല്ല. വാസ്തവത്തിൽ ഔലിയാക്കന്മാർക്ക് ചേരാത്തത് പ്രചരിപ്പിക്കുന്നത് ഇവരാ. ബർദാന്തങ്ങൾ ഔലിയയാണെങ്കിൽ, അദ്ദേഹത്തിന് ഔലിയയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അരുതാത്തത് പറയുന്നത് മുജാഹിദുകളല്ലേ? അല്ല, ഈ തങ്ങളാ എന്ന് പറഞ്ഞിട്ട് അതല്ലാന്ന് പിന്നെ പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. എന്താ? ഇദ്ദേഹം
കുടുംബജീവിതം അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിന് തടസ്സമാകുമോ എന്ന് ഭയന്ന് മഹാനവറുകൾ അത് ഉപേക്ഷിച്ചു. ഒരു വലിയ കാര്യം പറഞ്ഞതാണ്. മഹാനവറുകൾ പെണ്ണിട്ടില്ല, കുടുംബജീവിതം നയിച്ചില്ല. എന്താ കാരണം? കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ പരലോകത്ത് അള്ളാഹുവിനോടുള്ള അടുപ്പത്തിനത് തടസ്സമാകുമോ എന്ന് ഭയന്നു. ഒരു ശരിക്കുള്ള വലിയ അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ടോ?